എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഫ്രഷ് ക്രീം അഥവാ ഹെവി ക്രീം. ഫ്രഷ് ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3% ഫാറ്റുള്ള ഗുഡ് ലൈഫ് തിക്ക് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 ലിറ്റർ പാലാണ് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീം തയ്യാറാക്കാനായി ഫാറ്റി മിൽക്ക് തന്നെ ശ്രദ്ധിച്ച് വാങ്ങണം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി വരും. അങ്ങനെ നന്നായി പുറത്തു പോരുത്. നന്നായി പൊങ്ങി വരാൻ നേരത്ത് നമുക്കതൊന്ന് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോൾ വേണമെങ്കിലും ഇത് തിളച്ച് പൊന്താം. തിളച്ച് പൊന്തി ഇനി നമുക്കിത് സിമ്മിലിടാം. സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് നേരം തിളപ്പിക്കണം. ഇപ്പോൾ 5 മിനിറ്റായി. നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മണിക്കൂർ തണുപ്പിക്കണം. നമുക്ക് ഈ പാലിൽ പാടയാണ് ആവശ്യമായിട്ടുള്ളത്. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാലെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ച് കട്ടിയുള്ള പാട കിട്ടിയിട്ടുണ്ട്. ഈ പാട നമ്മൾ ഒരു ടൈറ്റുള്ള പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. വീണ്ടും പാട എടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ, അതായത് തിളപ്പിക്കുക, തണുപ്പിക്കുക, അരിച്ച് പാടെടുക്കുക. ഇത് നമുക്ക് ആവശ്യത്തിന് പാട കിട്ടുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് 1/2 ലിറ്റർ പാലിന് പകരം 1 അതിൽ കൂടുതലോ എടുക്കാം. ഞാൻ സാധാരണ ദിവസവും ചായക്കും മറ്റും വാങ്ങുന്ന പാലിൽ നിന്നിട്ട് പാട മാറ്റി സൂക്ഷിച്ച് വെച്ച് അത് അടിച്ച് ക്രീം എടുക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പാടയാണ് ആവശ്യം. ഒത്തിരി പ്രാവശ്യം കാച്ചി പാട നീക്കിയതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് പാലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാം. അതായത് ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാറ്റി എടുത്തു വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി കട്ടയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൽ നിന്ന് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കുറച്ച് പാലിൽ കുറച്ച് ബട്ടറിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ പാല് കാച്ചിയിട്ട് അതിൽ പാട എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണിത്. ഇതൊരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച് വേണം സൂക്ഷിക്കാനായിട്ട്. ചെറിയ ജാറിലിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിലുള്ള ഫ്രഷ് ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഇട്ടതുകൊണ്ടാണ് ലൈറ്റ് മഞ്ഞ കളർ വന്നിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.